ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിജോ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷിജോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറേ തെറ്റാലി പണിതും എൻ്റെ കുറേ പഴയ സ്റ്റോക്ക് തെറ്റാലികളും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണുക, നമുക്കൊന്ന് കണ്ടുപോകാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പുതിയ തെറ്റാലി പണിതായിരുന്നു. പിന്നെ നമ്മുടെ വട്ടം കാഞ്ചി എല്ലാം കൊണ്ട് ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെ പണിതായിരുന്നു. അത് ഒരെണ്ണം ഞാനൊരു ആക്രസി പോരാഞ്ഞിട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അതുകൂടെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ പണിതിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് അതുമൊക്കെ ഒന്ന് കണ്ട് ബാക്കി തെറ്റാലികളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാം. നമ്മൾ തെറ്റാലിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. നമ്മൾ ആദ്യമേ ഇതൊന്ന് കാണാം. ഇത് എറണാകുളത്തു നിന്ന് ഒരു പാർട്ടി തടി കൊണ്ടെത്തന്ന് ചെയ്തിട്ടാൽ ഒരു 3 വർഷത്തിന് മുകളിലോട്ടുണ്ട് ഞാൻ പണിത് വെച്ചിട്ട്. പിന്നെ വന്നില്ല. ഇനി ഇപ്പം ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. ഒരു ചൊവ്വാഴ്ച ദിവസം നമ്മൾ വീഡിയോ ചെയ്യും. ഈ തലേദിവസം വരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പിന്നെ വന്നില്ല. ഇതിനെ ഞാൻ റബ്ബറെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിരുന്നു. റബ്ബറെല്ലാം പോയി 3 വർഷത്തിന് മുകളിലായി. ഞാൻ അതൊക്കെ എൻ്റെ അമ്പക്കെടുത്ത് വേറെ കൊടുത്തായിരുന്നു. തെറ്റാലി ഇപ്പോഴും ഇരിക്കുക. തടി തേക്കല്ലേ? ഇതേക്ക് ഇവിടെ കൊണ്ടെത്തും തടിയോ. 3 വർഷത്തിന് മേളിലാണ് പണിതിട്ട്. അതായത് ഉപയോഗിച്ചിട്ടേ ഇല്ല സാധനം. അതൊന്നും തടി അവർ കൊണ്ട് തന്നു. ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നാടൻ തേക്കാണ്. നാടൻ തേക്കാണ് സാധനം. പൂപ്പ് തേക്കല്ല, ഇത് നാടനാണ്. വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ റബ്ബറിൻ്റെ റബ്ബർ ക്രോസ് ബോ. ഇതിൻ്റെ തോക്കിൻ്റെ ഷേപ്പുള്ളതാണ്. ഇത് അതിൻ്റെ തന്നെ. ഇത് ബാക്കി കാര്യങ്ങൾ ഒരുപോലെ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇതിൻ്റെ മീൻ പിടിക്കുന്ന വീഡിയോയും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അത് തന്നെ 2 ഈ ഇരിക്കുന്ന 2 സെയിം മോഡൽ. പിന്നെ ഉള്ളത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലോക്കാണ് കേട്ടോ. ഇതുണ്ട്, ലോക്ക് ചെയ്യുന്ന മോഡാണ്. വട്ടം കഴിഞ്ഞ് തന്നെ ലോക്ക് ചെയ്യുന്ന മോഡാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ക ആക്രോസിയാണ്. ഒരു നെല്ലിട അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് സാധനമായി. ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ്. പിന്നെ വരുന്നത് ലോക്കിംഗ് സിസ്റ്റമാണ്. പിന്നെ വരുന്നത് ഇതാണ്. ഇതും നമ്മളെ ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ്. ഇത് നമ്മുടെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പിക്ക് ഇരിക്കുന്ന പൈപ്പ് ഇച്ചിരി നീളം കൂടുതലാണ്. ഇതിൻ്റെ പൈപ്പ് ഇച്ചിരി നീളം കുറവാണ്. അപ്പോൾ നമുക്ക് അത് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. ആക്രൂസി ഇല്ലാഞ്ഞിട്ട് ആക്രൂസി ഇല്ലാതെ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ആക്രൂസി ഇല്ലെന്ന് പറഞ്ഞ സാധനം ഇതായിരുന്നു. ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിന് ആക്രൂസി ആക്കി എടുത്ത സാധനമാണിത്. നല്ല പക്ക കറക്റ്റ് അടിയാണ്, ഒരു കുഴപ്പമില്ല. അതെല്ലാം ലോക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പുതിയത് പണിതാണ്. ഇതിന് വേണ്ടി തട്ടൊക്കെ കൊടുത്ത് പുതിയത് പണിതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയത് ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചു തരാം. നമുക്ക് ഇതുകൊണ്ട് ഞാൻ തെറ്റി കാണിച്ചു തൽക്കാലം ഇട്ടിരിക്കാം. ഓക്കെ.
ഓടിക്കണം. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്തത് ഞാൻ നമ്മുടെ ഈ പ്ലേറ്റ് തെറ്റാലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേക്കൻ 2 കഷ്ണം കിട്ടിയപ്പോഴത്തേന് നമ്മൾ വെട്ടി വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ പ്ലേറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ പ്ലേറ്റ് കിട്ടി നമുക്ക് ബില്ലിട്ടാണെങ്കിലും ബില്ല് തെറ്റാലി ആയിട്ടാണെങ്കിലും ഉപയോഗിക്കാം. 2 തടി അത് ചെയ്തില്ല, കുറേ കാലങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതാന്ന് കാണിച്ചു, നമ്മുടെ ബില്ല് തെറ്റാലി. എൻ്റെ പഴയ തെറ്റാലിയാണ്. പിന്നെ അതെൻ്റെ പ്ലേറ്റിൻ്റെ തെറ്റാലിയാണ്. പിന്നെ ഈ കാണുന്ന ബില്ല് തെറ്റാലി അത് ഞാൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഇത് കണ്ട, ഇത് എനിക്ക് തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. റബ്ബർ മാറ്റിയതല്ലേ? റബ്ബറൊക്കെ പോയിട്ട് മാറ്റിയത്. പിന്നെ ഇത് ഊർസിൻ്റെ കഴി കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണിത്. ഇത് മുഴുവൻ വളഞ്ഞു കൂടി ഞാൻ കാച്ചി നിർത്താം. പാർട്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് വളഞ്ഞു. പിന്നെ ഞാനത് കാച്ചി നിർത്താം. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ തന്നെ ഉപയോഗിക്കും. ഇതുകൊണ്ട് തെറ്റുന്ന കരിമീനൊക്കെ തെറ്റുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോയല്ലേ ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇതിൻ്റെ വീഡിയോ, ഇതുകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ തോക്ക് തെറ്റാലികളാണ്, നമ്മുടെ സാധാരണ തോക്ക് തെറ്റാലികൾ. ഇതെല്ലാം ഞാൻ ഈ കഴിഞ്ഞ പുതിയത് പണിത തെറ്റാലികളാണ്. ഇരിക്കുന്നതൊക്കെ തോക്ക് തെറ്റാലികളെല്ലാം ഞാൻ പുതിയത് പണിതാണ്. ഇതൊരു മോഡല്, ഇത് വേറെ മോഡൽ കണ്ട. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പണിതാണ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് അണ്ടർ വാട്ടർ സ്പിയർ ഗണ്ണാണ്. ഇത് തന്നെ അണ്ടർ വാട്ടർ, അതായത് മീൻസ് മുങ്ങിത്തെറ്റുന്ന, വേർത്തൊഴുക, മുങ്ങിത്തെറ്റുന്ന തെറ്റാ ചെയ്ത് വേണ്ട. ചരട് കെട്ടി വെക്കാനും ഉള്ള ഓപ്ഷൻ അല്ലാതെ വെച്ചിട്ടുണ്ട്. വേണ്ട അങ്ങനെ വിട്ടുപോകും. ഓക്കെ വേണ്ട, അത്രേ ഉള്ളൂ. വിട്ടുപോകുന്നു. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ സ്റ്റോക്കുകൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി കേട്ടോ. ഈ മുങ്ങിത്തരുന്ന പറയുന്നത് എനിക്ക് വശമില്ല. ഇപ്പം നിലവിൽ ഇത് ഈ അണ്ടർ വാട്ടർ നമ്മുടെ ഈ 2 എണ്ണം നമ്മുടെ നിലവിൽ സ്റ്റോക്കുണ്ട്. ഇത് തേക്ക് തടിയാണ്. കാരണം തേക്ക് തടി ആണെങ്കിലേ ഉള്ളൂ വെള്ളത്തിൽ മുങ്ങിയാലും വലിയ കുഴപ്പമില്ലായിരിക്കുള്ളൂ. മഹാണിയൊക്കെ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. മഹാണി തടിയെല്ലാം നമ്മൾ ടോപ്പ് വാട്ടറാണ്, മഹാണി തടിയല്ല. പിന്നെ ഇത് പുതിയത് പണിതാണ്. ഇത് 2 എണ്ണം ഈ നമ്മുടെ ഈ അണ്ടർ വാട്ടർ ഈ ഇരിക്കുന്ന തെറ്റാലി എല്ലാം പുതിയത് പണിതാണ്. പിന്നെ ലോക്കിങ്ങിൻ്റെ അതെല്ലാം പുതിയത് പണിതാണ്. ഞാൻ അണ്ടർ വാട്ടർ കൊണ്ട് തെറ്റി കാണിക്കാവേ. ഇതുകൊണ്ട് തെറ്റി കാണിക്കാവേ. ഇതിന് ആക്യുറസി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് കേട്ടോ, വെള്ളത്തിനടിയിലാണ് ഇതിൻ്റെ ആക്യുറസി. കരയ്ക്ക് ഇത് അങ്ങനെ സാധാരണ ആരും തെറ്റി കാണിക്കാറില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ആ പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നതാണ്. അടിയിലാണ് അടി പക്ക, ഒരു കുഴപ്പമില്ല, ഒരു സംശയമില്ല. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ അങ്ങ് പോയി, വേറെ ഒന്നുമില്ല. ലോക്ക് ഇതിങ്ങനെയല്ല ഉപയോഗിക്കുന്നുണ്ട്. ഇത് അറിയാമല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് അമ്പിന്റെ പണി തീർന്നില്ല. മണിയൊന്നും വെച്ചിട്ടില്ലേ? നിർത്തണം. അതുകൊണ്ടോ ഇതുകൊണ്ട് അല്ല, ഞാൻ മറ്റൊന്നും കൊണ്ട് തെറ്റി കാണിക്കും. ഇതുകൊണ്ട് കൊണ്ട് തെറ്റി കാണിക്കാം. ഇപ്പം അങ്ങ് പോയി ലോക്കായി. ആ
മണ്ണിനകത്ത് മൊത്തം കയറി. കയറിപ്പോയോ? കിട്ടിയില്ലേ? ആ പോയി. അത് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പുറത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്ന തെറ്റാലി ഇതൊക്കെയാണ്. അപ്പം ആർക്കെങ്കിലും തോക്ക് തെറ്റാലിയോ ലോക്ക് ചെയ്യുന്നതോ അണ്ടർ വാട്ടറോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കൊറിയറായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ വേണം നമ്മൾ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇതുകൊണ്ടൊന്നും ഞാൻ തെറ്റി കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, തെറ്റി കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ആദ്യമേ ഇത് കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പണിതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്ന് തെറ്റി കാണിച്ചു. ഇതിനെ ഇച്ചിരി ലെങ്ത് കുറച്ചിട്ടിരിക്കും. നമുക്കൊരു പ്രത്യേകിച്ച് കൊണ്ടുനടക്കാനുള്ള സൗകര്യത്തിനുണ്ട്. ലെങ്ത് കൂടിയ സാധനത്തിൻ്റെ റബ്ബറിൻ്റെ വലിവ് കൂടുമ്പോൾ പവർ കൂടും, എല്ലാം കൂടും. അത് ഞാൻ പ്രത്യേകിച്ച് പറയാനറിയാം. ഇതുകൊണ്ട് ഞാനൊന്ന് തെറ്റി കാണിച്ചുതരാം. ഇത് നമ്മുടെ സ്റ്റീലിൻ്റെ അമ്പ. ഇത് വേണം, ഇത് സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇച്ചിരി വണ്ണമുണ്ട് കമ്പിക്ക്. പക്ഷേ അതിനകത്ത് വേറൊരു ഇരിപ്പുണ്ട്, അത് സ്പ്രിങ്ങിൻ്റെ കമ്പിയാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് നിങ്ങളത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുതിയത് പണം, അതുകൊണ്ട് തെറ്റി കാണിക്കാന്ന് പറഞ്ഞേ. ഇതൊന്നുമില്ല, നേരെ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ലോക്കായി. ഇത്ര ഉള്ളത് കണ്ടാ, പുറകോട്ട് വലിച്ച് കയറ്റിയാൽ മതി, സംഗതി ലോക്കായി. അപ്പം ഇത് ഞാനൊന്നും തെറ്റി കാണിക്കില്ല. ഇവിടെ കൊള്ളിച്ചു ആ സേഫ്റ്റിക്ക് നല്ലതാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഇതെൻ്റെ ഒരു നമ്മൾക്ക് ഇത്ര നീളം വന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞാൽ, നീളം വരുമ്പോഴത്തേന് അത്രയാണ് വലിഞ്ഞുള്ള അടി വരും, ശക്തി കൂടും. പക്ഷേ ഇതേ നമ്മൾ റബ്ബർ നീളം കുറച്ചില്ല. അപ്പോൾ ആ ഒരു റേഞ്ച് ഇതിനും നമ്മൾ റബ്ബർ കെട്ടുന്നതനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അതേ റബ്ബർ അയച്ച് കെട്ടിയിട്ടാൽ ശക്തി കുറയും. അങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് നീളമുള്ള സൈസ് പൈപ്പ് ഇടുന്നതായിരിക്കും, ചിലർ ലെങ്ത് കൂടിയ പൈപ്പായിരിക്കും ചിലർക്ക് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ചിലപ്പോൾ ചിന്താഗതിയല്ല. കാരണം വെച്ചാൽ നീളം കൂടിയ പൈപ്പ് ഇടുവാണെന്നുണ്ടെങ്കിൽ റബ്ബറിൻ്റെ നീളം കുറച്ചിട്ടാൽ പിന്നെ എക്സ്ട്രാ വലിയും അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ ചിന്തിക്കും. പക്ഷേ നീളം കുറഞ്ഞ് കഴിയുമ്പോഴത്തേനും അത്രയും വലിവ് കുറയുമോ അങ്ങനെയൊക്കെ ചിന്താഗതികളൊക്കെ വരും. പക്ഷേ നമ്മൾ റബ്ബർ കെട്ടി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ ഇത് ഇച്ചിരി ചെറുതാണ്, പക്ഷേ സുഖമാണ്, പക്ക ആക്രോശമാണ്, നല്ല ദൂരം അടിക്കാം. മീൻ പിടിക്കാൻ പറ്റിയ ദൂരത്തിലടിക്കാം. എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട അടിച്ചു വിടാമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മീൻ പിടിക്കാനായിട്ട് ഉള്ള ദൂരത്തിൽ നമുക്ക് അടിക്കാം. അതാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്നും തെറ്റി കാണിച്ചുതരാം. അതെ, ഞാൻ ഈ സാധനം നൂരുവാണ്, അതൊരു വിഷയം. പിന്നെ നമുക്കത് ലോഡ് ചെയ്യാവേ. അതിപ്പം ഇത് വയറെ കൊള്ളിച്ച് ലോഡ് ചെയ്യാൻ വെച്ചാൽ കട്ടിയായിരിക്കും കേട്ടോ. ഇത് വയറെ കൊള്ളിച്ച് കാരണം വെച്ചാൽ അങ്ങനെ വലിച്ചാൽ കയറാൻ പാടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചവിട്ടി വലിക്കുന്ന തന്നെയാണ്. ആ ചവിട്ടി വലിക്കാനുള്ള സിസ്റ്റം അതിന് അറ്റത്ത് കൊടുത്തിട്ടുണ്ട്, കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വയറെ കൊള്ളിച്ച് വലിക്കുന്നതും ചവിട്ടി വലിക്കുന്നതും തമ്മിൽ പവറിന് ഒത്തിരി പോലെ വ്യത്യാസമുണ്ട്. ആ പവർ നമുക്ക് ഒരിക്കലും വയറെ കൊള്ളിച്ച് വലിച്ച് വെക്കാൻ പറ്റത്തില്ല. ആ കഴിയുന്ന ഇവിടെ എങ്ങോട്ട് വന്ന് നിൽപ്പുണ്ട്. കണ്ടോ, ആ കഴിയുന്ന കറക്റ്റ് നേരെ അതായത് ആ കഴിയുന്നതിൻ്റെ നിപ്പ് കാണുമ്പോൾ അറിയാം അത് എവിടെ നിന്നാണ് ആ തെറ്റാലിയിൽ നിന്ന് വന്ന ആ ചായ്മനെ തന്നെ ആ പൊസിഷനിൽ തന്നെ താഴ്ന്നു നിൽക്കുന്നത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇങ്ങനെ നിൽക്കണം കഴിയുന്ന വയ്ക്കണം. അതാണ് നേരത്തെ ഞാൻ പറയുന്നത്. അയ്യോ, ഈ കഴിയുന്ന ഇങ്ങനെ കുത്തിപ്പോകാൻ പാടില്ല, ഇങ്ങനെ അലച്ച് കിടക്കാൻ പാടില്ല, ഇങ്ങനെ സൈഡിലോട്ട് പോകാൻ പാടില്ല. ആ തെറ്റാലി ഏത് പൊസിഷൻ എവിടെ നിന്ന് വരുന്നോ ആ രീതിക്ക് തന്നെ വന്ന് കഴിയുന്ന കുത്തി നിൽക്കണം.
കുപ്പിയെ തെറ്റി കാണിക്കണോ? കുപ്പിയെ തരണോ? ഓ വേണ്ട, ഇത് മതി. ഒന്നുകൂടെ തെറ്റി കാണിച്ചു. ഒന്നുകൂടെ തെറ്റി കാണിച്ച്. അത്രയും തറഞ്ഞു കിടക്കുന്ന മണ്ണതാ കയറുന്നത് നോക്കണം അല്ലേ? അവിടെ റോളർ കയറി. ആ നമുക്ക് ചിരട്ട വെച്ചടിക്കണം വേണ്ടല്ലേ? വേണ്ട വേണ്ട, ചിരട്ടൊക്കെ വെച്ച് നമ്മൾ നേരെ തെറ്റി കാണിച്ചിട്ടുള്ളൂ. ആ നമ്മൾ ഇതുണ്ട് അമ്പ്, അത് SS ആണ് അമ്പ്. ഇനിയിപ്പം അത് ലോഡിയോ നേരെ പുറകോട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അന്നേരം ലോക്കാണ്. അല്ല വലിയ പാടുള്ളൂ, കേസ് കിട്ടുന്നല്ലത്. നിൽക്കേ ഞാൻ പുറകോട്ടൊന്ന് ഇറങ്ങി നിൽക്കട്ടെ, അല്ല കഴുന്നിൻ്റെ ആ പോക്ക് അറിയാം. ആ അടിച്ചോ. ആ റെഡി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതോടെ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒന്നും പറയാനില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അല്ലേ? അതെ, ആക്യുറസി അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നിടത്ത് കഴുന്ന് കൊള്ളുമ്പോഴുള്ള നമ്മുടെ സുഖമാണ് ടാർഗറ്റ് പ്രാക്ടീസ്. അതായത് നമ്മളൊരു എയിം ചെയ്താൽ ആ പോയിന്റിൽ അടിച്ച് കൊള്ളിക്കുക. അതായത് പണ്ട് ഞാൻ നേരത്തെ വീഡിയോ ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, ചെറിയ തെറ്റാലുകൾ ഉണ്ടാകും. ചെറിയ തെറ്റാലുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ചാൻ നീളത്തിലുള്ള ആരോ പറഞ്ഞ സാധനം ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് വലിയ കന്നാസ് വെച്ചിട്ട് അതിനെ ഞങ്ങൾ ഈ മിച്ചറും കൂട് നമ്മൾ മിച്ചർ മേടിക്കും. മിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ മിച്ചറോ അല്ലെങ്കിൽ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് പന്തായം കെട്ടിക്കൊണ്ട് ഞങ്ങൾ അതായിട്ട് ചുമ്മാ ടാർഗറ്റ് അടിക്കുമായിരുന്നു പണ്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു ഞായറാഴ്ച നമ്മുടെ വീടുകാരാ കൂട്ടുകാരൊക്കെ ഞങ്ങളെല്ലാം കിടച്ചത് നമ്മളെ ഞങ്ങളന്ന് ഞങ്ങൾ കൂട്ടുകാരൊക്കെയാണ്, അവരൊക്കെ തന്നെയാണ് ടാർഗറ്റ് അടിച്ച് പൊളിക്കാറുണ്ട്. പക്ഷേ അത് ഒരു പ്രത്യേക സുഖമായിരുന്നു. ചുമ്മാ അച്ചാനും വന്നിരിക്കുമായിരുന്നു. അച്ചാനും അങ്ങനെ അവരുടെ ഏറ്റവും കൂടുതൽ അച്ചാൻ വന്നിരിക്കുമായിരുന്നു. നമ്മളിത് ചെയ്യുന്നതാണ്. കന്നാസെല്ലാം കയറി അങ്ങോട്ട് കയറി അങ്ങനെ ഇരിക്കും, നമുക്ക് ഊരിയെടുക്കാം സുഖമായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞ കണക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും വ്യത്യാസം വരാൻ പാടില്ല. കറക്റ്റ് എന്നാ ദൂരെ അടിച്ചെന്ന് പറഞ്ഞാലും കഴുന്ന് നേരെ പോകും. ദൂരം കൂടുന്തോറും പവർ കുറഞ്ഞ് കഴുന്ന് മണ്ണി പോയി കുത്തി നിൽക്കാമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ പാടില്ല. നേരെ തന്നെ പോകണം. അത്രേ ഉള്ളൂ. അതിന് ഏത് തെറ്റാലും കടിച്ചാൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റം എന്തുകൊണ്ടാണ് മാറ്റം വന്നതെന്ന് ആലോചിച്ച് മനസ്സിലാക്കുക, നമ്മളത് തീർത്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ 100% അടി നിൽക്കുന്ന ഒറ്റ മീൻ അടിച്ചാൽ കിട്ടുക. പൊങ്ങി നിൽക്കുന്ന മീനെ തെറ്റുന്നത് ചുമ്മാ ഈസിയാണ്, കരയ്ക്കുമ്പോൾ തെറ്റി പിടിച്ചാൽ മതി. ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ആക്യുറസി കിട്ടുള്ളൂ. ആക്യുറസി കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ വട്ടം കാഞ്ചി ഞെക്കി പിടിച്ച് തെറ്റിക്കഴിഞ്ഞാൽ ആക്യുറസി കിട്ടത്തില്ല. അടിയിൽ നിൽക്കുന്ന മീനിൻ്റെ ഉന്നം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നല്ലോ കേട്ടോ, അങ്ങനെയൊന്നും പറയുന്നൊന്നുമല്ല. ഒരു കാര്യം ചോദിച്ചതിൻ്റെ ഉത്തരം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് വേറെ ഒരു രീതിയിലും ആൾക്കാർ ആരും കാണുന്നവരാരും കാണരുത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് കഴിച്ചാൽ ആക്യുറസി കിട്ടത്തുള്ളൂ. ഇതിന് ആക്യുറസി കിട്ടും. കാരണം നമ്മൾ ഇതിന് ഇങ്ങനെ തെറ്റുന്നതിന് ആക്യുറസി കിട്ടത്തില്ലെന്ന്. ഇത് മീൻ പിടിക്കുന്ന ഉപകരണമാണ്, തോക്കല്ല. മീൻ പിടിക്കുന്ന ഉപകരണം. വെള്ളത്തിൻ്റെ അടിയിലോട്ട് താന്ന് നിൽക്കുന്ന ഒരു 2 അടി താഴ്ച നിൽക്കുന്ന മീനെ എന്ത് ആക്യുറസി എന്ത് ഉന്നമാണ് ഉദ്ദേശിച്ചത് അത് മാത്രം പറഞ്ഞാൽ മതി. വെള്ളത്തൂക്ക്, അതായത് മീൻ താഴുന്നതനുസരിച്ച് ഒരുപാട് 4 അടി താഴ്ച നിൽക്കുന്ന മീനെ 6 അടി താഴ്ച തെറ്റിയെങ്കിലേ കൊള്ളുകയുള്ളൂ. മീനിൻ്റെ കാഴ്ചയും കഴിഞ്ഞ് വീണ്ടും 4 അടി ഇങ്ങോട്ട് താത്ത് തരണം, എന്നാലും മീനോട്ട് കൊള്ളത്തുള്ളൂ. അവിടെ എന്ത് ആക്യുറസി എന്ത് ഉന്നം അതൊരു നിശ്ചയമാണ്. ടോർച്ചാണെങ്കിൽ നേരെ അടിച്ചാൽ മതി. പ്രകാശ തരംഗങ്ങൾ നേരെയല്ലേ പോകുള്ളൂ. അത് നേരെ അടിച്ചാൽ, പക്ഷേ ആ രീതിക്ക് തെറ്റാലി വെച്ച് തെറ്റിയ സാധനം കിട്ടും. നമ്മളെല്ലാവരും തെറ്റാലിയിൽ ഈ ഇത് വെക്കുന്ന ലേസർ വെക്കുന്നുണ്ട്. പൊങ്ങി നിൽക്കുന്ന മീനെ തെറ്റുവാണെന്നുണ്ടോ ഓക്കെ. നമ്മൾ കരയ്ക്ക് തെറ്റിയിട്ട് നിങ്ങൾ രാത്രി ആവില്ല സന്ധ്യയ്ക്ക് ലൈറ്റ് കിടത്തിയിട്ട് ലേസർ വെച്ചിട്ട് കരയ്ക്ക് ഒരു അടയാളം വെച്ചിട്ട് ലേസർ കൊള്ളുന്നിടത്ത് കഴുന്നു കൊള്ളുക. ആ രീതി നിങ്ങൾ ലേസർ തെറ്റ് ചെയ്താൽ നിങ്ങൾ പൊങ്ങി നിൽക്കുന്ന ഏത് മീൻ അടിച്ചാലും കറക്റ്റ്. പക്ഷേ താന്ന് നിൽക്കുന്ന മീനെ മീൻ താഴ്ച കൂടുന്തോറും എത്ര അടി പോകുന്നാലും നമ്മൾ ലേസറിൻ്റെ വെട്ടം നമ്മൾ മീനിൻ്റെ നേരെ അടിച്ചാൽ മീനിട്ട് തന്നെ കൊള്ളും. പക്ഷേ താന്ന് നിൽക്കുന്ന മീനിട്ട് ലേസറിൻ്റെ വെട്ടം നോക്കി അടിച്ചു കഴിഞ്ഞാൽ 1.5 കോല് മെളുകട പോകും, കഴിഞ്ഞു കൊള്ളത്തില്ല. അതുകൊണ്ട് അടിയിൽ നിൽക്കുന്ന മീനെ തെറ്റുന്നതിന് ലേസർ കൊണ്ട് പ്രയോജനമില്ല. കാരണം വെള്ളത്തിൽ കൂടെ പ്രകാശ തരംഗങ്ങൾ നേരെ തന്നെ പോത്തും. പക്ഷെ നമ്മളൊരു അമ്പ് നമ്മൾ തെറ്റുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോകും? നമ്മൾ കരിമീൻ കുത്തുകാർക്കറിയാം, വെള്ളത്തിലൂടെ താത്ത് ഒരു കുത്തുന്ന ഇതിങ്ങനെ താത്ത് കുത്തിയെങ്കിൽ മീനോട്ട് കൊള്ളത്തും. അല്ലെങ്കിൽ നമ്മൾ മീനിൻ്റെ നേരെ കമ്പി താത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം വെള്ളനിരപ്പൊക്കെ കമ്പി നിൽക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, ഒടിഞ്ഞ പോലെ നിൽക്കും. അപ്പം അതിലോട്ടൊന്നും നമ്മൾ കിടക്കണ്ട. താന്ന് നിൽക്കുന്ന മീനെ തട്ടാൻ ലേസർ
എന്ത് ആക്രോസി ഇല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താന്ന് നിൽക്കുന്ന മീനെ തെറ്റാനായിട്ട് ആക്രോസി അല്ല, ഉന്നമല്ല, അതൊന്നുമല്ല, ഒരു നിശ്ചയം ഇത്രേ ഉള്ളൂ. അത് കുറച്ച് നാൾ തെറ്റിക്കഴിയുമ്പോൾ നമ്മൾ തെളിയും. അല്ല കണ്ണടച്ച് നമ്മൾ ഒരു കണ്ണടച്ച് തെറ്റുന്ന തെറ്റാലിക്ക് പറ്റിയ പണിയല്ല. ഒരു കണ്ണടച്ച് നമ്മൾ നോക്കുകയല്ലേ, അത് നമ്മൾ ശരിക്കും തെറ്റാലിക്ക് അങ്ങനെ അല്ല. തെറ്റാലിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമ്മാ കാണുമ്പോൾ തെറ്റിയങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അതൊരു നിശ്ചയമാണ്. താന്ന് നിൽക്കുന്ന മീനിട്ട് ലേസർ പറ്റിയല്ല, നമ്മുടെ ഉന്നവും ആക്രോസി ഒന്നും അല്ല, അതൊരു നിശ്ചയമാണ്. പൊങ്ങി നിൽക്കുന്ന മീനാണോ ഓക്കെ. പിന്നെ പൊങ്ങി നിൽക്കുന്ന മീനാണ് താന്ന് നിൽക്കുന്ന മീനാണെന്ന് പറഞ്ഞാലും ഞങ്ങളൊക്കെ ശീലിച്ച് പോകുന്നിരിക്കുന്നത് വട്ടും കാഞ്ചി സിസ്റ്റമാണ്. ഈ പൊങ്ങി നിൽക്കുന്ന മീനെ തെറ്റുമ്പോഴും വട്ടും കാഞ്ചി നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ ആടുന്നൊരു സംഭവം അങ്ങനെ തെറ്റി കൊള്ളത്തില്ല. തെറ്റാലി കാഞ്ചി വരുന്ന സമയത്ത് ആടിയ തെറ്റി കൊള്ളത്തില്ല. അപ്പം അത് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. പരിശീലനമാണ് ഏത് സംഭവത്തിനും നമുക്ക് ആവശ്യം. അത്യാവശ്യമായിട്ട് വേണം പരിശീലനം. പരിശീലിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കഴിവതും നിങ്ങൾ ഒരു തെറ്റാലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റാലി തന്നെ ഉപയോഗിക്കുക. അപ്പം അത് നിങ്ങൾ കൈ കണങ്ങും. അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇവർ ആക്രോശി പറഞ്ഞ് കറക്റ്റ് ഈ തോളെ കൊള്ളിച്ച് ഉന്നെ നോക്കി അടിക്കുന്നത്. ഇപ്പം താന്ന് നിൽക്കുന്ന ഒരു 1.5 അടി അല്ലെങ്കിൽ ഒരു 2 അടി 3 അടി താഴ്ച നിൽക്കുന്ന മീനായിട്ട് മീനിൻ്റെ നേരെ നോക്കി ഉന്നം പിടിച്ച് അടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം കലക്കം കൊണ്ടാണ് ഒരു കാണാടത്തി വിളിച്ചാൽ കാണൂ. ആ മീനിൻ്റെ എത്ര അടി താഴ്ച അടിച്ചാൽ ആ മീനിട്ട് കൊള്ളുന്നത്. അപ്പം പിന്നെ ഈ ഉന്നം നോക്കി അടിക്കുന്നതിന് അത് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലല്ല, അത് നമ്മൾ അടിയിൽ നിൽക്കുന്ന മീനെ തെറ്റുന്ന അതൊരു നിശ്ചയമാണ്. മനസ്സിലായി? നിങ്ങൾക്കറിയാമോ, ഞാനത് പറഞ്ഞാൽ ഞാനൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛനൊക്കെ തെറ്റാൻ പോകുമ്പോഴത്തേന് കായലോട്ടൊക്കെ തെറ്റാൻ പോകുന്നതിന് മോട്ടർ കുഴിയുണ്ട്. കണ്ടത്തിൽ നിന്ന് മോട്ടർ അടിച്ച് കയറുന്ന മോട്ടർ പഴയ ഇഞ്ചൻ കുഴി. ആ കുഴിക്കകത്ത് നല്ല തെളിവുണ്ടാ കാണാം, കരിയും വന്നിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു 4 ആളൊക്കെ താഴ്ച വരും ചിലപ്പോൾ കുഴി. ആ കുഴി നമ്മൾ കണ്ടാൽ നമുക്ക് കരിമീൻ നിൽക്കുന്നതാണ്. പക്ഷേ അല്ലല്ലോ, എത്ര ഒരു താഴ്ച കഴിഞ്ഞ് നിൽക്കുന്നറിയോ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു 6 റേഞ്ചിലാണ് കരിയും വന്നിരിക്കുന്നത് വരിക. അപ്പം അച്ഛനൊക്കെ തെറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും തെറ്റുന്നത്. മീൻ അവിടെ നിൽക്കുന്നു. മീൻ ഈ ആംഗിളാണ് മീൻ. അച്ഛൻ തെറ്റുന്ന ഇവിടെ ആയിരിക്കും. ഈ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ട് കൊള്ളുന്നു. ഒറ്റ അടി പഠിക്കത്തില്ല. നമ്മളൊക്കെ വൈകുന്നേരം വരെ ഇതിലേക്ക് കൊള്ളുക വേണ്ടി. കാരണം 1, 1, 2, 3 ആൾ താഴ്ചയിലെത്തി സത്യത്തിൽ കഴുന്ന വാളി പോകുന്നത്. കഴുന്ന നേരെ തന്നെയാണ് പോകുന്നത്. നമുക്ക് നിശ്ചയമാണ് അവിടെ, നിശ്ചയമാണ്. അല്ലെന്ന് വെള്ളത്തിൽ സത്യത്തിൽ കഴുന്ന ഇങ്ങനെ പാളി പോകുന്നുണ്ടോ? ഇല്ല, ഇല്ല, കഴുന്ന നേരെ തന്നെയാണ് പോകുന്നത്. അത് തന്നെ പോകുന്നത്. പക്ഷേ അത് അങ്ങനെ അടിച്ചാൽ അത് കുളത്തും. അത് വെള്ളത്തിന്റെ വെസിബിലിറ്റി ഒക്കെയാണ്. നമ്മളിപ്പം അതൊരു നിശ്ചയമാണ് അത് കൊള്ളിക്കുക എന്നുള്ളത്. അല്ലാതെ അത് കുറേ നാൾ തെറ്റി അത് ഉന്നം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം എയർ ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫയർ ആംസുകൾ അല്ലെങ്കിൽ എയർ ഗണ്ണുകളൊക്കെ കൂടി നമ്മൾ ഒരു പോയിന്റിൽ വെടിവെച്ച് കൊള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്ന ഒരു മീനിട്ട് തെറ്റി കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈസിയാണ് അതൊക്കെ. അതേസമയം അടി താന്ന് നിൽക്കുന്ന ഒരു മീനിട്ട് മീൻ വേണ്ട. നമ്മൾ പറയും കരിമീൻ വേണ്ട, വാഴയാണ് ചെറുമീനാന്ന് പറഞ്ഞാൽ അടിപൊളി പോകുന്ന മീനിട്ട് തെറ്റിക്കഴിഞ്ഞാൽ കൊള്ളണമെങ്കിൽ അതൊരു നിശ്ചയമാണ്. അത് നമ്മൾ തെറ്റി ബാലൻസ് ആയെങ്കിൽ മാത്രമേ കൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ കൊള്ളത്തില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾ ചെറുമീനെ വാകയൊക്കെ നിങ്ങൾ തെറ്റുന്നുണ്ടെങ്കിൽ താന്ന് നിൽക്കുന്ന മീനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു മീനാണെന്ന് വിചാരിക്കുക. താന്ന് നിൽക്കുന്ന മീനാണ്. നിങ്ങൾ ഇങ്ങനെ തെറ്റിയാൽ കൊള്ളാൻ പാടായിരിക്കും. താന്ന് ഇങ്ങനെ തെറ്റാറിയണം. അങ്ങനെ ആ മീൻ ഇങ്ങനെ തിരിയുന്ന സമയത്ത് തെറ്റിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ താത്തടിച്ചാൽ മതി. ഇപ്പോൾ ഇച്ചിരി നടുമുറിക്കാന്ന് പോയി കൊണ്ടുപോകും. നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ചുണ്ടിനോട് 2 ചാൻ താഴ്ത്ത് തെറ്റിയാൽ മതി. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ മേളിൽ കൂടെ പോകും, താഴെ കൂടെ പോകും. നമുക്ക് തെറ്റാൻ അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒന്ന് ഓർത്താൽ മതി. ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉന്നത്തിനകത്ത് ഉന്നോ ആക്രോശിയോ താന്ന് നിൽക്കുന്ന മീനുമായിട്ടൊന്നും നമുക്ക് യാതൊരു കാര്യം അതൊരു നിശ്ചയമാണ്. ബാബു തെറ്റാലിക്ക് തടിയായിട്ട് വന്നാൽ തെറ്റാനുണ്ട്. അവരുടെ ഇഷ്ടത്തിനുള്ള ഉണ്ടാക്കി കൊടുക്കും. ബാബു അപ്പം അതാണ് അതിനകത്തെ കാര്യം. ഇതൊക്കെ നമ്മൾ പണം വെച്ചിട്ട് തെറ്റാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളതൊക്കെ റെഡിയാക്കി തരാം. പിന്നെ നിങ്ങൾക്കൊക്കെ വെറൈറ്റി മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തരാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ എൻ്റെ പഴയ തെറ്റുകളെ കുറിച്ചും കൂടി പറയണം. ഇതിൻ്റെ എല്ലാം വീഡിയോയും തെറ്റുന്നതെല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഇനിയും പോയി. ഇവിടെ ഞാൻ പറയാമല്ലോ, ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് നമ്മുടെ വെള്ളം. അപ്പോൾ ഞാനിത് എല്ലാ വീഡിയോയ്ക്കും നമ്മൾ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറയുന്ന ഒരു പൂളാങ്കുഞ്ഞ് കാണാനില്ല. കാണാനില്ല. അത് തെറ്റാലി കൊണ്ട് കമ്പിക്കുത്ത് നടക്കുന്നവർക്കേ ഉള്ളൂ. അത് വലക്കാർക്കൊക്കെ മീൻ കിട്ടുന്നു. അത് നമ്മുടെ പരിപാടിക്ക് നടക്കത്തില്ല. അച്ഛനൊക്കെ ഇപ്പോഴായിരുന്നെങ്കിൽ അച്ഛനൊക്കെ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകേണ്ടി വന്നില്ല. കാരണം ഒരു സാധനം പോലും കിട്ടത്തില്ല. ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഷട്ടർ നോക്കിയ സമയത്ത് കോമരം പ്രദേശം മുഴുവൻ നടന്നു. കോമരം പ്രദേശം കിലോമീറ്റർ നടന്നു. സ്കൂട്ടറെ ഓടുക. കോമരം രാജ്യം മുഴുവൻ നടന്നു. തെറ്റാലി ഒന്ന് ലോഡ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു പാണംപള്ളത്തി, നമ്മുടെ സാധനം നാടൻപള്ളത്തി, കണ്ടത്തിപ്പള്ളത്തി, ചിലർ പാണംപള്ളത്തി എന്ന് പറയും. അതുപോലും കാണാൻ കായൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുമ്പോഴും തുപ്പൽ വെട്ടി. ആർക്കും വേണ്ട സാധനം. വലക്കാർ വീശുകാർ പോലും പിടിക്കത്തില്ല സാധനം. തുപ്പൽ വെട്ടി. അതും കുറേ വട്ടക്കാളി പൊങ്ങി നിൽക്കുന്നു. വേറൊരു സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ നിർത്താം അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ്. ഈ സാധനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആക്രോസിയുടെ കാര്യം ഏകദേശം മനസ്സിലായല്ലോ.
അത് അദ്ദേഹത്തിന് അത് മനസ്സിലായി, അത് ആളിനത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നും അല്ല കേട്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. വട്ടംകാഞ്ചിയുടെ തെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ചായൻ്റെ കാലം മുതൽ ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ സമയം. ഞാനത് പല വീഡിയോ ചെയ്ത മുതൽ അവർ വട്ടംകാഞ്ചി സിസ്റ്റം തന്നെ ഉപയോഗിച്ച് പോന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ആക്യുറസി കിട്ടത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം അത് ഉപയോഗിച്ചാണ് ഇവരെല്ലാം അന്നം കഴിച്ചുകൊണ്ടിരുന്നത്. അച്ചായനിപ്പോൾ 76 വയസ്സ് കഴിയാറായി. അപ്പം അച്ചാൻ 15 വയസ്സ് മുതൽ തെറ്റാലി ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. ഈ വില്ല് തെറ്റാലിയായിരുന്നു അച്ചാൻ്റെ പരിപാടി. വട്ടംകാഞ്ചി സിസ്റ്റമാണ്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആക്യുറസി കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ വളർത്തി വലുതാക്കിയതല്ല ഈ സാധനം കൊണ്ട് നടന്ന ഒറ്റ അഴി വഴക്കത്തില്ല. തെറ്റാലി ചൂണ്ടിട്ടുണ്ട് കഴുതല സാധനം. ഇവിടെ പഴയ ഞങ്ങളുടെ കുമരകത്ത് വന്നിട്ട് പഴയ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ആ ജോർജ് കുട്ടി അദ്ദേഹത്തിൻ്റെ കഴുന്ന വെള്ളത്തിൽ വേണം മീനുമായിട്ട് വരുള്ളൂ. നമ്മൾ പറയണം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതുപോലെ തന്നെ അച്ചാൻ എസ്തപ്പാൻ എന്നാണ് പേര്. ഇവിടെ ഒരു 65-67 വയസ്സിനടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. അന്നത്തെ കാലത്ത് ഞാൻ വേറെ വീഡിയോ കൊണ്ട് പറഞ്ഞു പോകുന്നത് ഒരു പഴമൊഴി തന്നെ ഉണ്ടായിരുന്നു. പിള്ളേർ സെറ്റൊരു മാങ്ങ ഇറങ്ങി കറക്റ്റ് ആയിട്ട് കൊള്ളിച്ച ഇവൻ എസ്തപ്പാൻ്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരു പഴമൊഴി ഇവിടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ഇത് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ് ആൾക്കാർ. ഒരു പോയിന്റിൽ ഒരാളൊരു സാധനം എറിഞ്ഞ് കൊള്ളിച്ച് അന്നത്തെ കാലത്ത് പിള്ളേർ പറഞ്ഞു ഇവൻ എസ്തപ്പാൻ്റെ ശിഷ്യനാണ് കേട്ടോ. അങ്ങനെ ഒരു സംസാര ശൈലി തന്നെ കുമരത്തുണ്ടായിരുന്നു. അത്ര ഷാർപ്പായിരുന്നു അവർ. ഇങ്ങനെയുള്ള തെറ്റ് ഗൺ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പക്ക ഷാർപ്പായിരുന്നു. എല്ലാം പോയി. ഇപ്പം അതിൻ്റെ ഒരു അല്പം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവർ പോകുന്ന വഴികട എത്തി നോക്കാം അത്രേ ഉള്ളൂ. അവരതിനകത്ത് മുങ്ങിക്കൊളിച്ചവരാ. ആ ഒരു തെറ്റാലി ഉപയോഗിക്കുന്ന ഈ പരിപാടിക്കകത്ത് മുങ്ങിക്കൊളിച്ചവരാ. നമ്മളതിൻ്റെ വാങ്ങാൻ ഇങ്ങനെ നോക്കിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ആ കല അടിയിൽ നിൽക്കുന്ന മീൻ തെറ്റാന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരിശീലിച്ച് തന്നെ പഠിക്കാം. എല്ലാവർക്കും സാധിക്കും, പരിശീലിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അത് എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്മാറിയാൽ നമ്മളതിനകത്ത് താന്നു പോകത്തുള്ളൂ. പിന്മാറരുത്. പിന്നെ ചെയ്യുക. അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, കിട്ടുമോ കിട്ടാതിരിക്കുക, തെറ്റി വിടുക, തന്നെ ആയിക്കോളും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ.